ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. വല്ലാത്തൊരു കുഴപ്പത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താ ഡാഡി? ബാങ്കിൽ നിന്ന് മാനേജർ കൊച്ചവസപ്പ് ഇപ്പൊ വിളിച്ചിരുന്നു. അയാളെ ലോണിന്റെ കാര്യം പറയാനായിട്ട് എപ്പോഴും വിളിക്കാറില്ല. ഇത് അതൊന്നും അല്ല കാര്യം. പിന്നെ താരയുടെ അക്കൗണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. താരയുടെ അക്കൗണ്ടിൽ നിന്നോ? അതെ, സെൽഫ് വിഡ്രോയില്ല. താരയുടെ സൈന ചെക്കിലുള്ളത്. ഒരു സൗമ്യ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്തു. ഇങ്ങനെ ഒരു ചെക്ക് ബാങ്കിൽ വന്ന കാര്യം മാനേജർ എന്താ നമ്മളെ വിളിച്ച് പറയാത്തത്? അതിന് അയക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇവിടേക്ക് പതിവുള്ള ഫോൺ വിളിക്കിടയിൽ അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. താര നമ്മോടൊപ്പം ഉണ്ടെന്നല്ലേ അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഇതപ്പോ താരയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടാ. നമ്മളെ മണ്ടന്മാരാക്കാവുന്നതായിരിക്കും അവളുടെ ഉദ്ദേശം. അവളുടെ അക്കൗണ്ട് ഇനിയും പണം കിടപ്പുണ്ട്. ഷെയറും പ്രോപ്പർട്ടി ആയിട്ട് വേറെയുണ്ട്. അതൊക്കെ അവളിങ്ങനെ സ്വയം ഒന്ന് വിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ കൈവിട്ടു പോകും. തോണി, നിനക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥ. ഒന്നുമില്ലായ്മ നിന്ന് പിടിച്ചു കയറി വരുന്നേ ഉള്ളൂ നമ്മൾ. അതിനിടയിൽ ഇങ്ങനൊരു കൊല്ലാപ്പം കൂടെ വന്നാൽ കുഴഞ്ഞു പോകണം. താരയെ കണ്ടുപിടിക്കണം. അത് മാത്രമേ ഇനി ഒരു മാർഗമുള്ളൂ. അവളിത്ര ധൈര്യമായിട്ട് ഓരോന്ന് ചെയ്യണമെങ്കിൽ അവളുടെ പിന്നിൽ ആരെങ്കിലും കാണണം. അതാരാണെന്നാ മനസ്സിലാവാത്തത്. കള്ളൻ കപ്പലിൽ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഡാഡി ഉദ്ദേശിക്കുന്ന സ്റ്റെല്ലയാണ്. അതെ, അവിടെ അല്ലാതെ മറ്റാരും ഇപ്പോഴത്തെ അവസ്ഥയിൽ താരയ്ക്ക് തുണയായി ഉണ്ടാവില്ല. ഇവിടെ താരയ്ക്കൊപ്പം താമസിച്ചപ്പോഴായിരിക്കണം സ്റ്റെല്ലയും കാര്യം തന്നെ അടുത്തത്. മുങ്ങിച്ചാവാൻ പോകുന്നവന് കച്ചിത്തുരുമ്പും പിടിവള്ളിയായി തോന്നുമെന്ന് പറയാറില്ലേ? അതുപോലെ താര സ്റ്റെല്ലയെ രക്ഷപ്പെടാനുള്ള മാർഗമായി കണ്ടു കാണും. എടാ, നീ കരുതുന്നവരെ സ്റ്റെല്ല ഒരു വിട്ടിയൊന്നുമല്ല. പെണ്ണുങ്ങൾക്ക് ബുദ്ധി കുറവാണെന്ന് എല്ലാരും പറയും. അത് വെറുതെയാ. ബുദ്ധിയുടെ കുറവ് അവർ നികത്തുന്നത് കുബുദ്ധിയുണ്ടാണ്. നമ്മൾ കാണാത്തത് അവർ കാണും, നമ്മൾ ചിന്തിക്കാത്തത് അവർ ചിന്തിക്കും, നമ്മൾ ചെയ്യാത്തത് അവർ ചെയ്യും. നീ സംശയിക്കേണ്ടത് സ്റ്റെല്ലെ തന്നെയാ. അവക്ക് നിന്നെ പരിചയപ്പെട്ടപ്പോ നീ ഒരു പിടിവള്ളിയാണെന്ന് തോന്നിക്കാണും. അതിനും നല്ലൊരു അവസരം വന്നപ്പോ അതായി അവരുടെ ലക്ഷ്യം. ഇനി ചിന്തിക്കാനും കാത്തു നിൽക്കാനും ഒന്നും നേരമില്ല. എത്രയും വേഗം കാര്യങ്ങൾ നീക്കണം. അതിനാദ്യം വേണ്ടത് താരെ കണ്ടെത്തുക.